നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യ പ്രതികരണത്തിന് പ്രധാനമന്ത്രി. രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് 8 മണിക്ക്. ഇന്ത്യ പാക് സൈനികതല ചർച്ച തുടരുന്നു. വെടിനിർത്താൻ അമേരിക്ക ഇടപെട്ടോ എന്ന സംശയം പ്രകടിപ്പിച്ച് കോൺഗ്രസ്. കറാച്ചി അടക്കമുള്ള എയർബേസുകൾ ആക്രമിച്ചതിന്റെ തെളിവുകൾ നിരത്തി സൈന്യം. പാകിസ്ഥാന് ഇന്ത്യൻ കേന്ദ്രങ്ങളെ തൊടാനായില്ലെന്ന് ഓപ്പറേഷൻസ് തലവന്മാർ. दुश्मन के लिए नामुमकिन था. The performance and efficacy demonstrated by even the older battle-proven AD systems like the Pechora, the Osa AK and the LLAD guns in countering the Pakistani threat vectors in the current operations. ചൈനീസ് നിർമ്മിത മിസൈലുകൾ ഇന്ത്യ തകർത്തു. ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാക് സൈനിക ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പുറത്തുവിട്ട പ്രതിരോധ മന്ത്രാലയം. കെപിസിസിക്ക് ഇനി പുതിയ ടീം. സണ്ണി ജോസഫ് അധ്യക്ഷനായി ചുമതലയേറ്റു. ഭരണം തിരിച്ചുപിടിക്കുമെന്ന പ്രഖ്യാപനം. തന്റെ കാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കെ സുധാകരൻ. കഴിഞ്ഞ 4 വർഷവും പാർട്ടി പ്രവർത്തകർക്കൊപ്പമായിരുന്നു. അവരുടെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രവർത്തകരെ സംരക്ഷിക്കാനും സഹായിക്കാനും ഏതറ്റം വരെയും ഞാൻ പോയിട്ടുണ്ട്. കുത്തുവാക്കുകളും പരിഭവങ്ങളും നിറഞ്ഞ സ്ഥാനമേറ്റെടുക്കൽ വേദി. ഒറ്റക്കെട്ടായി എന്ന് പറയണ്ട. അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം. ഒറ്റക്കെട്ടായി അങ്ങനെ വേണ്ട, നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാൻ. ഇനി എന്റെ ആരും മുൻ UDF കൺവീനറെ എന്ന് വിളിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞതുകൊണ്ടാണ് ഇനി ഞാൻ അറിയപ്പെടുന്നത് ഇന്ന മേൽവിലാസത്തിലാണെന്ന് പറയും പോലെ KPCCയുടെ മുൻ പ്രസിഡന്റ് എന്ന് വിളിക്കാൻ. Easily done. Virat Kohli goes to 200 for the 5th time in his career. We're seeing a modern great at the height of his powers. കിങ് കോഹ്ലി ഇനി ടെസ്റ്റ് ക്രിക്കറ്റിലില്ല. ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കുന്നുവെന്ന ഇന്ത്യൻ ഇതിഹാസം. കോഹ്ലിയെ ഇനി കാണാനാകുക ഏകദിനങ്ങളിൽ മാത്രം. വിരാടിന് ആശംസയുമായി ക്രിക്കറ്റ് ലോകം. നന്ദൻകോട് കൂട്ടക്കൊലയിൽ കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരൻ. ശിക്ഷാവിധി നാളെ. വധശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ. കേസിൽ നിർണായകമായത് ശാസ്ത്രീയ തെളിവുകൾ. US ചൈന താരിഫ് യുദ്ധത്തിന് താൽക്കാലിക പരിഹാരം. അധിക തീരുവകൾ 90 ദിവസത്തേക്ക് മരവിപ്പിച്ചു. ധാരണ ജനീവയിൽ നടന്ന ചർച്ചയിൽ. ആഗോള വിപണിയിൽ ഉണർവ്. വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസം പറഞ്ഞ സമയത്ത് തന്നെ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി. മാസവാടക കുടിശ്ശിക അടിയന്തരമായി കൊടുക്കും. ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ അനുമതികൾ നൽകുന്നതിന് സമയക്രമം നിശ്ചയിച്ചു. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം. വിശദമായ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന. ഇന്ത്യ പാക് DGMO തല ചർച്ചയ്ക്ക് ശേഷമാണ് മോദിയുടെ അഭിസംബോധന എന്നതും നിർണായകമാണ്. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, വളരെ നിർണായകമായ നിമിഷം. 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി എന്നറിയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യത്തെ അഭിസംബോധനയാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? അശ്വതി, ഇത് ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതായത് DGMO തലത്തിൽ നടന്ന ചർച്ചയിൽ ഇനി അതിർത്തി കടന്നുള്ള വെടി ഉതിർക്കൽ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഒരു വിശ്വാസത്തിലെടുത്താണ് ഇന്ത്യ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. പലയിടങ്ങളിലും സ്കൂളുകൾ തുറക്കുന്നു, മറ്റ് കാര്യങ്ങൾ വരുന്നു. ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാകുന്നത്. ഇനി മറ്റ് ചില വിഷയങ്ങൾ, ഇപ്പോൾ സൈനിക നടപടികളെക്കുറിച്ചും അതിനുശേഷം ഉള്ള വിവരണങ്ങളുമൊക്കെ ഇരുഭാഗത്തും വന്നു കഴിഞ്ഞു. ഇനി ഇൻഡസ് നദീ കരാർ അതിൻ്റെ ഭാവി താൽക്കാലികമായി അത് മരവിപ്പിച്ചിരിക്കുകയായിരുന്നു രാജ്യം. വേൾഡ് ബാങ്ക് മധ്യസ്ഥതയിൽ ആണ് ഇത്തരമൊരു കരാർ ഉണ്ടായത്. ഇനി തുടർന്ന് ഈ കരാർ ഏത് തലത്തിലേക്ക് നീങ്ങും എന്നതിനെ സംബന്ധിച്ചൊരു പ്രതികരണം പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുമോ എല്ലാവരും ഉറ്റുനോക്കുന്നു. ഒപ്പം ഈ വിസ ഷോർട്ട് ടേം വിസകൾ ഉള്ളവരുടെ എല്ലാം വിസ റദ്ദാക്കി തിരിച്ചയച്ചിരുന്നു.
പലർക്കും മടങ്ങി വരേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിവാഹം കഴിച്ച സാഹചര്യങ്ങളുണ്ട്. ഇതിലൊക്കെ പ്രധാനമന്ത്രി എന്ത് നിലപാടെടുക്കും? അതുപോലെ തന്നെ പാകിസ്ഥാന് അകത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരെ ഇന്ത്യ പിന്താങ്ങണമെന്നാണ്. ന്യൂഡൽഹിയിൽ അവരുടെ ഒരു ഓഫീസ്, എംബസി തുറക്കാൻ അനുവദിക്കണം, ഇന്ത്യയുടെ ഒരു ഓഫീസ് ബലൂചിസ്ഥാനിൽ തുറക്കണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ അകത്ത് നിന്ന് തന്നെ ഉള്ള ഈ ബലൂജ് ലിബറേഷൻ ആർമിയുടെ നിലപാട് എന്തായിരിക്കും? ഇതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി എന്തെങ്കിലും പറയുമോ തുടങ്ങിയ വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. അതോടൊപ്പം ദീർഘനാളായുള്ള ഈ കശ്മീർ വിഷയം, പ്രത്യേകിച്ച് പാക് അധിനിവേശപ്പെടുത്തിയിട്ടുള്ള കശ്മീരിൻ്റെ ഭാഗങ്ങൾ, അതിനെ സംബന്ധിച്ച് എന്ത് തുടർ നടപടികൾ, എന്ത് നിലപാട്, എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? സിംല കരാറിനെ സംബന്ധിച്ച് ഇനി ഇന്ത്യയുടെ മുന്നോട്ട് പോക്ക്, അങ്ങനെ 100,000 ചോദ്യങ്ങൾ ഉയരുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി ഏതൊക്കെ വിഷയം സ്പർശിക്കുമെന്നറിയാൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെ രാജ്യം കാത്തു നിൽക്കുകയാണ്. ഏതായാലും ഒരു കാര്യം പ്രധാനമന്ത്രി അടിവരയിട്ട് പറയുമെന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. തീവ്രവാദത്തോട് സന്ധിയില്ലാ സമരം, യുദ്ധം ഇന്ത്യയുടെ ഒരു നയമല്ല, അധിനിവേശം ഇന്ത്യയുടെ നയമല്ല, അത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കാൻ, ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിക്കാൻ ഏത് അതിർത്തി വരെ പോകേണ്ടി വന്നാലും, ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അതിന് ഒരു ശക്തമായ നടപടിയോടുകൂടി പ്രതികരിക്കും എന്ന് വ്യക്തമാണ്. മനുഭാരത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് രാത്രി 8 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. ഇന്ത്യയുടെ വ്യോമതാവളങ്ങളും മിസൈൽ ലോഞ്ച് പാഡുകളും തകർത്തു എന്ന് ഇന്നലെ പാകിസ്ഥാൻ നടത്തിയ അവകാശവാദം പൊളിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻസ് തലവന്മാർ ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. പാക് വാദങ്ങൾക്ക് തെളിവ് സഹിതം മറുപടിയും നൽകി. The targets included Air Force and Aviation bases at Suratgarh, Sirsa, Bhuj, Nalia, Adampur. പാകിസ്ഥാൻ സൈന്യം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഒരൊറ്റ സൈനിക കേന്ദ്രവും ഇപ്പോൾ ബാക്കിയുണ്ടാവരുത്. തെളിവായി ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്ത ഒരു വീഡിയോയും കാണിച്ചു ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരി. സത്യത്തിൽ ഇന്ത്യ ടിവിയുടെ ഈ വീഡിയോ പഠാൻകോട്ടിൽ ലക്ഷ്യം തെറ്റി വീണ മിസൈലുകൾ മാറ്റുന്നതിന്റെ ദൃശ്യമാണ്. उन्होंने कॉम्बैट एयरक्राफ्ट इसे अपने जो एयरक्राफ्ट से करने की ट्राई की थी, जिसको मार गिराया गया है. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈനിക നേതൃത്വം വിശദമായ വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷവും പാകിസ്ഥാൻ നുണബോംബ് വർഷിക്കുന്നത് തുടർന്നതോടുകൂടിയാണ് ഓപ്പറേഷൻസ് തലവന്മാർ ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ടത്. പാകിസ്ഥാന് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ തൊടാൻ പോലുമായില്ലെന്ന് എയർ മാർഷൽ AK ഭാരതി തെളിവ് സഹിതം വിശദീകരിച്ചു. हमारी एयर डिफेंस सिस्टम्स देश के लिए दीवार की तरह खड़ी थी और इसको भेदना दुश्मन के लिए नामुमकिन था. The performance and efficacy demonstrated by even the older battle-proven AD systems like the Pechora, the Osa AK and the LLAD guns in countering the Pakistani threat vectors in the current operations. They were all modern generations, but these battle-proven systems stood the test of time and took them on head-on. Another highlight has been the stellar performance of the indigenous air defense weapon system like the Akash system. Shown on the screen is the probable enemy PL-15 missile, which is of Chinese origin. This missile has missed its target, and you can see the pieces now which are available with us. Another weapon system or weapon which was found was the long-range rocket, the pieces of which you can now see on the screen. We have talked about the loiter munitions and the unmanned aerial systems, and here are some of the glimpses of those systems which we have brought down. കറാച്ചി നഗരത്തിനടുത്ത് മാലൽ കണ്ടോൺമെന്റ് അടക്കം പാകിസ്ഥാന്റെ നിരവധി വ്യോമതാവളങ്ങൾ ആക്രമിച്ചതിന്റെ വീഡിയോയും വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. The composite picture of the Indian Air Force targeting so far is now shown on the screen. As you can see, we have targeted the length and breadth of the adversary. This is the strike on the Noor Khan Air Base. And this is the aftermath of our strike at Rahim Yar Khan Air Base. You can see the massive crater that it has left on its runway. And you can see the pinpoint accuracy of our weapons. News Desk, News 18. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാക് പോലീസിലെയും സൈന്യത്തിലെയും ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു. പാക് പഞ്ചാബിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ,
മേജർ ജനറൽ റാവു ഇമ്രാൻ, അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ബ്രിഗേഡിയർ മുഹമ്മദ് ഫുർഖാൻ, പാകിസ്ഥാൻ പഞ്ചാബ് നിയമസഭാംഗം ഉസ്മാൻ അൻവർ, മാലിക് സുഹൈബ് അഹമ്മദ് എന്നിവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ബഹാവൽപൂരിലെ മുരിദ്കയിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശവസംസ്കാരത്തിലാണ് ഇവർ പങ്കെടുത്തത്. കശ്മീർ വെടിനിർത്തലിലെ അമേരിക്കൻ പങ്കിൽ സംശയം പ്രകടിപ്പിച്ച് കോൺഗ്രസ്. സിംല കരാർ ലംഘിക്കപ്പെട്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ടെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഇതിൽ സർക്കാർ വ്യക്തത വരുത്തണം, അതിനുവേണ്ടി അടിയന്തരമായി പാർലമെന്റ് ചേരണമെന്നും കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. സിംല കരാർ ലംഘിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യം ഈ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. കാശ്മീരും ഇന്ത്യയും തമ്മിൽ കാശ്മീരിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തർക്കമുണ്ടായാൽ അവിടെ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്നുള്ള സിംല കരാർ ലംഘിച്ചോ? ഡൊണാൾഡ് ട്രംപ് എല്ലാ ദിവസവും പ്രസ്താവന ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്. സർക്കാരിന്റെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. നമ്മുടെ വിദേശ നയത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ആവശ്യമുണ്ട്. അതിന് അടിയന്തരമായിട്ടും ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചുകൂട്ടണം എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ആരെയും കുറ്റപ്പെടുത്താനും വിചാരണ ചെയ്യാനുമല്ല. സൈബർ ആക്രമണം ശക്തമായതോടെ എക്സ് അക്കൌണ്ട് പൂട്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ സൈബർ ആക്രമണം ശക്തമായതോടെയാണ് അക്കൌണ്ട് പൂട്ടിയത്. വിക്രം മിശ്രിക്ക് പിന്തുണയുമായി IAS അസോസിയേഷനും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും രംഗത്തുവന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ വിവരങ്ങൾ രാജ്യത്തെ അറിയിച്ചതിൽ പ്രധാനപ്പെട്ട പങ്കാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വഹിച്ചത്. മേജർ സോഫിയ ഖുറേഷിക്കും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനുമൊപ്പം വാർത്താസമ്മേളനങ്ങൾ നയിച്ചതും ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യവും വ്യക്തവുമായി കാര്യങ്ങൾ ലോകത്തെ ധരിപ്പിച്ചതും മിശ്രിയായിരുന്നു. 10-ന് 5:30 നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് ധാരണയായ വിവരം അറിയിച്ചതോടെയാണ് മിശ്രിക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങിയത്. വഞ്ചകൻ, ദേശദ്രോഹി, പാകിസ്ഥാൻ ചാരൻ തുടങ്ങിയ അധിക്ഷേപങ്ങളാണ് മിശ്രിക്ക് നേരെയുണ്ടായത്. മിശ്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ തുടങ്ങിയ ആക്രമണം പിന്നീട് മക്കളിലേക്ക് വരെയെത്തി. മകളുടെ പൌരത്വവും അഭിഭാഷകയെന്ന നിലയിൽ റോഹിംഗ്യകൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകളും വരെ ആരോപണത്തിന് ആയുധമാക്കി. സഹികെട്ടതോടെയാണ് മിശ്രി എക്സ് അക്കൌണ്ട് പൂട്ടിയത്. സൈബർ ആക്രമണങ്ങളെ IAS IPS അസോസിയേഷനുകൾ അപലപിച്ചു. സമഗ്രവും സത്യസന്ധവുമായി ജോലി ചെയ്യുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ സമൂഹമാധ്യമത്തിലൂടെ ആക്രമിക്കുന്നത് ഖേദകരമാണെന്നും പൊതുസേവനത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടെന്നും IAS അസോസിയേഷൻ എക്സിൽ കുറിച്ചു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അനാവശ്യമായ ആക്രമണം അസഹനീയമെന്ന് IPS അസോസിയേഷനും പ്രതികരിച്ചു. മിശ്രിക്കെതിരായ സൈബർ ആക്രമണം രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തു. മിശ്രിയെ പിന്തുണച്ചും സംഘപരിവാറിനെ രൂക്ഷമായി വിമർശിച്ചും CPM രാജ്യസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് ജോൺ ബ്രിട്ടാസ് രംഗത്തുവന്നു. യുദ്ധവെറിയിൽ ആറാടിയിരുന്ന സംഘപരിവാറുകാർ മിശ്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണെന്നും സംഘപരിവാർ എന്താണെന്ന് ഒരിക്കൽ കൂടി വെളിപ്പെട്ടുവെന്നും ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയും മിശ്രിയെ പിന്തുണച്ച് രംഗത്തുവന്നു. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനാണ് വിക്രം മിശ്രി. പ്രധാനമന്ത്രിമാരായ IK ഗുജ്റാൾ, മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി എന്നിവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സംഘർഷ ദിനങ്ങൾക്ക് ശേഷം ഇന്ത്യ പാക് അതിർത്തി ശാന്തം. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം പാക് ഷെല്ലാക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായിട്ടില്ല. അതേസമയം അതിർത്തിയിൽ ഇന്ത്യ കനത്ത ജാഗ്രത തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായുള്ള നിരന്തര സംഘർഷങ്ങൾക്ക് ശേഷം ഇന്നലെ രാത്രി അതിർത്തി മേഖലകൾ സാധാരണ നിലയിലെത്തി. പാക് ഷെല്ലാക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായിട്ടില്ല. പരിഭ്രാന്തിയുടെ നാളുകൾക്ക് ശേഷം സമാധാനം പുലർന്നതിന്റെ ആത്മവിശ്വാസത്തിലുമാണ് ജനങ്ങൾ. രാജസ്ഥാൻ, ജമ്മു, പഞ്ചാബ് അതിർത്തികളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെടിനിർത്തലിന് പിന്നാലെ പഞ്ചാബിലെ അമൃത്സർ, ജമ്മു കാശ്മീരിലെ രജൌരി, അഗ്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ജമ്മു കാശ്മീരിലെ പൂഞ്ച്, കുപ്വാര, ബാരാമുള്ള തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഏകദേശം 1.25 ലക്ഷത്തോളം പേരെ മാറ്റി താമസിപ്പിച്ചിരുന്നു. നിലവിൽ ഈ മേഖലകളിൽ ഷെല്ലാക്രമണങ്ങളിൽ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഉടനെ ജനങ്ങളെ തിരികെ അയക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. ജമ്മു കാശ്മീരിൽ ഈ മാസം 14 വരെയുള്ള പരീക്ഷകൾ മാറ്റിവെച്ചു. അതേസമയം വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിർത്തിയിൽ ഇന്ത്യ കനത്ത ജാഗ്രത തുടരും. നിലവിൽ വിന്യസിച്ചിട്ടുള്ള സേനാ വിഭാഗങ്ങളെ ഉടൻ പിൻവലിക്കില്ല. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നുമാണ് സേനകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിനെ തുടർന്ന് അറസ്റ്റിലായ മലയാളി റിജാസിന്റെ വീട്ടിൽ പരിശോധന. പെൻ ഡ്രൈവുകളും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. കൊച്ചി എളമക്കരയിലെ വീട്ടിൽ ഇന്നലെ രാത്രിയായിരുന്നു പരിശോധന. തീവ്രവാദ വിരുദ്ധ സേനയാണ് പരിശോധന നടത്തിയത്. INS വിക്രാന്തിന്റെ വിവരങ്ങൾ തേടി കൊച്ചി നാവികസേന ആസ്ഥാനത്തേക്ക് ഫോൺ കോൾ ചെയ്ത ആളെയും അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സേനയും രഹസ്യാന്വേഷണ വിഭാഗവും ഇന്നലെ രാത്രിയാണ് റിജാസിന്റെ വീട്ടിലെത്തിയത്. എളമക്കര കീർത്തിനഗറിലെ വീട്ടിലെ പരിശോധന മണിക്കൂറുകൾ നീണ്ടുനിന്നു.
റിജാസിന്റെ മാതാപിതാക്കളെയും സഹോദരനെയും ചോദ്യം ചെയ്തു. പെൻഡ്രൈവുകളും മൊബൈൽ ഫോണും പുസ്തകങ്ങളും ATS കസ്റ്റഡിയിലെടുത്തു. റിജാസിനെതിരെ കൊച്ചി സിറ്റി പോലീസ് എടുത്ത കേസുകളുടെ വിവരങ്ങളും ശേഖരിച്ചു. കലാപം ഉദ്ദേശിച്ചുള്ള പ്രകോപനം, നിയമവിരുദ്ധമായ കൂട്ടായ്മ തുടങ്ങി വിവിധ കുറ്റങ്ങളാണ് റിജാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രവർത്തകനായ ഇയാളെ നാഗ്പൂരിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം INS വിക്രാന്തിന്റെ വിവരങ്ങൾ തേടി കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ഫോൺ ചെയ്തയാളും പിടിയിലായി. കോഴിക്കോട് സ്വദേശി മുജീബ് റഹ്മാനെയാണ് ഹാർബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നെന്ന് പറഞ്ഞ് രാഘവൻ എന്ന പേരിലാണ് കഴിഞ്ഞ ദിവസം ഫോൺ കോൾ വന്നത്. എന്നാൽ പ്രതി മാനസിക പ്രശ്നമുള്ളയാളാണെന്നും 2021 മുതൽ ചികിത്സ തേടുന്നുണ്ടെന്നും കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. എലത്തൂർ സ്വദേശിയാണ് കോഴിക്കോടിൽ. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട്. പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ് ഉള്ളത്. കുറച്ച് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. കേസ് ആസ് ഓഫ് നൗ 319 BNS മറ്റ് 31A ഓഫ് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരമുള്ള കേസാണ്. ഇദ്ദേഹം എന്തിനാണ് ചെയ്തത് ഫോൺ എന്ന കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ചോദിച്ചാലും മനസ്സിലാവും. നേവൽ ബേസ് അധികൃതരുടെ പരാതിയിൽ കൊച്ചി ഹാർബർ പോലീസാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. ന്യൂസ് 18 കൊച്ചി. പാർട്ടിയിൽ ഐക്യ ആഹ്വാനവും ഭരണത്തിലേക്ക് തിരിച്ചുവരവെന്ന ലക്ഷ്യവും പ്രഖ്യാപിച്ച് KPCCയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫിനൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരും മുന്നണി കൺവീനർ അടൂർ പ്രകാശും പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അധികാരമേറ്റെടുത്തു. സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് K. സുധാകരന്റെ പ്രവർത്തനങ്ങളെ നേതാക്കൾ പുകഴ്ത്തി. തന്റെ കാലയളവിൽ പാർട്ടിയുടെ നേട്ടങ്ങൾ സുധാകരൻ വിശദീകരിച്ചു. രാവിലെ മുതൽ ഇന്ദിരാഭവനിൽ പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും തിക്കിത്തിരക്കായിരുന്നു. മുതിർന്ന നേതാവ് AK ആന്റണിയെ സന്ദർശിച്ച ശേഷം സണ്ണി ജോസഫും ടീമും ഇന്ദിരാഭവനിലെത്തി. ഇതോടെ പ്രവർത്തകരുടെ ആവേശം ഇരട്ടിച്ചു. മുൻ പ്രസിഡന്റുമാരെയും AICC ഭാരവാഹികളെയും സാക്ഷിയാക്കി സണ്ണി ജോസഫ് സുധാകരന്റെ പിൻഗാമിയായി ചുമതലയേറ്റു. K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന അധ്യക്ഷ കസേരയിൽ സണ്ണി ജോസഫിനെ ഇരുത്തി മധുരം നൽകി. ദേശീയ നേതൃത്വം കേരളത്തിലെ പുതിയ ടീമിൽ എത്രത്തോളം പ്രതീക്ഷ വച്ചുപുലർത്തുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വാക്കുകൾ. സണ്ണി ജോസഫ് മുഖവിലകൾ ആവശ്യമില്ലാത്ത നേതാവാണ്. മൃദു സമീപനക്കാരൻ, പക്ഷേ ആശയങ്ങളിലും നിലപാടുകളിലും അടിയുറച്ചു നിൽക്കുന്ന അധീനനായ പോരാളി. സണ്ണിയോടൊപ്പം UDFന്റെ കൺവീനറായി MMS നേരത്തെ സൂചിപ്പിച്ചു. വളരെ മനോഹരമായിട്ട് UDFന്റെ കൺവീനർ എന്ന നിലയിൽ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഒരു പരാതിയും ആർക്കുമില്ലാത്തവണ്ണം നന്നായി മുന്നോട്ട് പോയി. ഐക്യാഹ്വാനമായിരുന്നു മറ്റു നേതാക്കളുടെയും പ്രസംഗങ്ങളുടെ കാതൽ. ഒപ്പം ഭരണം തിരിച്ചുപിടിക്കലെന്ന ലക്ഷ്യപ്രഖ്യാപനവും. തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം എല്ലാവരും പ്രയാസപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സുധാകരേട്ടന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ നേതൃത്വം കടന്നു വന്നത്. അതെല്ലാം ആത്മവിശ്വാസം തിരികെ കൊണ്ടുവന്ന് നമുക്ക് തിരിച്ച് വീണ്ടും അധികാരത്തിലെത്താം എന്നുള്ള പ്രതീക്ഷ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിഞ്ഞുവെന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി കോൺഗ്രസിന് വരാൻ പോകുന്നത് സണ്ണി ഡേയ്സ് ആണ്. സണ്ണി ഡേയ്സ് വരുന്നതോടുകൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ നമുക്ക് സാധിക്കും. സണ്ണി ജോസഫ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ പ്രതിനിധിയായി തന്നെ അദ്ദേഹം പ്രവർത്തിക്കും. സ്ഥാനമൊഴിഞ്ഞ K. സുധാകരനെയും MM ഹസനെയും പുകഴ്ത്താൻ നേതാക്കൾ മത്സരിച്ചു. തന്റെ കാലത്ത് കോൺഗ്രസ് മാത്രമല്ല പോഷക സംഘടനകളും വളർന്നെന്ന കണക്കുകൾ നിരത്തി സുധാകരൻ വാദിച്ചു. കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും സമരോന്മുഖമായ സമരമാർഗത്തിലൂടെ കൂടുതൽ ജനകീയമാക്കാനും എനിക്ക് കഴിഞ്ഞു. നിയമസഭാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ നമുക്ക് സാധിച്ചിരുന്നു. ആ നിലയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. അതിന് നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നത് എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചാരിതാർത്ഥ്യത്തിന്റെ കാലഘട്ടമാണ്. 2026 കോൺഗ്രസ് മുഖ്യമന്ത്രി അധികാരമേറ്റെടുക്കുമെന്ന് ദേശീയ നേതൃത്വത്തിനും പാർട്ടി പ്രവർത്തകർക്കും ഉറപ്പു നൽകിയാണ് സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് അവസാനിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം.
പരിചയസമ്പന്നതയും യുവത്വവും ഒരുമിക്കുന്ന പുതിയ നേതൃത്വം കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്. എന്നാൽ മാറ്റങ്ങളിൽ അസംതൃപ്തരായ ഒരുപിടി മുതിർന്ന നേതാക്കളുടെ കൂടെ നിലനിർത്തുക എന്ന വലിയ വെല്ലുവിളി പുതിയ നേതൃത്വത്തിന് മുന്നിലുണ്ട്. അനുമോദന പ്രസംഗത്തിലും കുത്തുവാക്കുകളും പരിഭവങ്ങളും കുത്തിനിറച്ച കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയും വിശ്വാസത്തിലെടുക്കാൻ പുതിയ നേതൃത്വത്തിന് കഴിയേണ്ടതുണ്ട്. സണ്ണി ജോസഫ്, അടൂർ പ്രകാശ്, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ പാർലമെന്റ് രംഗത്തും സംഘടനാ പ്രവർത്തനത്തിനും ഒരുപോലെ മികവ് തെളിയിച്ച നേതൃനിര കോൺഗ്രസിനെയും UDF-നെ നയിക്കാൻ പോകുന്ന പുതിയ നേതൃത്വത്തിൽ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. എന്നാൽ മാറ്റങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയ രീതിയിലും എതിർപ്പുള്ളവർ നിരവധിയുണ്ട് കോൺഗ്രസിൽ. ഇവരെ ഒപ്പം നിർത്തുക, ഇവരുടെ പിന്തുണ കിട്ടിയില്ലെങ്കിലും പരസ്യ വിമർശനങ്ങളെങ്കിലും ഒഴിവാക്കുക, ഇതാകും സണ്ണി ജോസഫിനും ടീമിനും മുന്നിലുള്ള ആദ്യ വെല്ലുവിളി. അത് അത്ര ചെറിയ ലക്ഷ്യമാകില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ കെ മുരളീധരന്റെ പ്രതികരണം. ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാലുകുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഉയർന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോ എന്റെ ഗ്രാഫും പോയി, കൂടെ പ്രതാപന്റെ ഗ്രാഫും. പാർട്ടി ഒറ്റക്കെട്ടെന്ന് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നതിലും അപകടമുണ്ടെന്ന് മുരളീധരൻ പറയുന്നു. എപ്പോഴും ഒറ്റക്കെട്ടായി എന്ന് പറയണ്ട, അതിനത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം, ഒറ്റക്കെട്ടല്ലേ? അങ്ങനെ വേണ്ട, നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുത്താൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കും, അല്ലാതെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ് ഞാൻ. കൺവീനർ സ്ഥാനത്തു നിന്ന് മാറിയ MM ഹസനും പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒരുപാട് കൊതിച്ചിട്ടും കിട്ടാതെ പോയ ആന്റണിയും പുതിയ നേതൃത്വവുമായി എത്രത്തോളം ചേർന്ന് പോകുമെന്നും കണ്ടറിയണം. ഞാൻ ഏത് സ്ഥാനത്ത് നിന്നും മാറുമ്പോഴും സംതൃപ്തനായിട്ടാണ് മാറുന്നത്. ഇന്ന് UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഞാൻ പടിയിറങ്ങുമ്പോൾ KPCCയുടെ മുൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ പടി കയറുകയാണ്. ഇനി എന്റെ ആരും മുൻ UDF കൺവീനറെ എന്ന് വിളിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇനി ഞാൻ അറിയപ്പെടുന്നത് ഇന്ന മേൽവിലാസത്തിലാണെന്ന് പറയും പോലെ KPCCയുടെ മുൻ പ്രസിഡന്റ് എന്ന് വിളിക്കാൻ കുറച്ചുകൂടി നല്ലത് പറയാൻ അതായതുകൊണ്ട് ഞാൻ അതിലേക്ക് പടി കയറിക്കൊണ്ട് ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം ഈ ടീമിനോടൊപ്പം നമ്മളെല്ലാം ഒറ്റക്കെട്ടായി മുന്നേറാം. അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും വന്നെങ്കിലും ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള സഹഭാരവാഹികളെ ഇനി തീരുമാനിക്കേണ്ടതുണ്ട്. അവസരങ്ങളില്ലാതെ അത് സാധ്യമാകൂ എന്നതും നിർണായകമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാകും നേതൃത്വത്തിന്റെ മാറ്റ് ആദ്യം പരിശോധിക്കപ്പെടുക. പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. നന്ദൻകോട് കൂട്ടക്കൊലയിൽ പ്രതി കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി നാളെ വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് 6ാം കോടതി ജഡ്ജി കെ വിഷ്ണു വിധിക്കും. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുമെന്ന് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ദിലീപ് സത്യൻ ന്യൂസ് 18നോട് പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഡിനിൽ JK പ്രതികരിച്ചു. 2017 ഏപ്രിലിൽ ആയിരുന്നു നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകങ്ങൾ. കേതൽ ജിൻസൺ രാജ അച്ഛൻ രാജാതങ്കത്തെയും അമ്മ ഡോക്ടർ ജീൻ പത്മയെയും സഹോദരി കരോലിനെയും ബന്ധു ലളിതയെയും കൊലപ്പെടുത്തി. കഴുത്തിനു പുറകിൽ മഴുകൊണ്ട് വെട്ടിയായിരുന്നു കൊലപാതകം. പോലീസ് കസ്റ്റഡിയിലിരിക്കെ മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് 7 വർഷത്തോളം വിചാരണ നീട്ടിക്കൊണ്ടുപോയി. കഴിഞ്ഞ വർഷം വിചാരണ പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 65 ദിവസം നീണ്ട വിചാരണയിൽ 42 സാക്ഷികളെ വിസ്തരിച്ചു. 120-ലധികം രേഖകളും 40-ലധികം തൊണ്ടിമുതലും അന്വേഷണത്തിൽ നിർണായകമായി. ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷന് കോടതിയിൽ സമർപ്പിക്കാനും കഴിഞ്ഞു. പ്രതിഭാഗം ഉന്നയിച്ച കാര്യങ്ങളെയൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. കൊലപാതകത്തിന് മുൻപും ശേഷവും പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിന് കാരണം മാതാപിതാക്കളോടുള്ള വൈരാഗ്യമാണ്. ഇത് സാധൂകരിക്കുന്ന തെളിവടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു. ഇതിനകത്ത് സാഹചര്യ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കോടതി പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയെടുത്ത് 313 അതായത് പ്രതിയെടുത്ത് ചോദ്യം ചോദിച്ച സമയത്ത് പോലും പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഈ ആസ്ട്രൽ പ്രൊജക്ഷനോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള രീതിയിലുള്ളൊന്നും പ്രതിയുടെ ഭാഗത്തു നിന്ന് തെളിവ് വന്നിട്ടില്ല. അന്വേഷണത്തിൽ ഒരിടത്തും തന്നെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. പ്രതി വധശിക്ഷയിൽ കുറഞ്ഞൊന്നും അർഹിക്കുന്നില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഞങ്ങൾക്ക് അതിന് അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ബൈജു സാറാണ് അതിനകത്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത്. അതിൻ്റെ ഇലക്ട്രോണിക് എവിഡൻസ്, ഓൺലൈൻ വഴിയുള്ള ട്രാൻസാക്ഷൻസ്, എവിഡൻസ് നശിപ്പിക്കാൻ പ്രതി നടത്തിയ ശ്രമങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളും ഒരു വളരെ സ്ക്രൂപ്പുലസ് ആയിട്ട് അത് അന്വേഷണത്തിന്
അന്വേഷണ സംഘത്തിന് അത് ചെയ്യാനായിട്ട് കഴിഞ്ഞു. വിധിപ്രസ്താവം കേൾക്കാൻ പ്രതിയെയും കോടതിയിൽ എത്തിച്ചിരുന്നു. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കേസന്വേഷണത്തിൽ നിർണായകമായി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ത്യൻ ഇതിഹാസ ക്രിക്കറ്റർ വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് താരം കരിയറിലെ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മധ്യനിരയിൽ പരിചയസമ്പന്നനായ ഒരു താരത്തിന്റെ വലിയ വിടവുണ്ടാക്കിയാണ് കോഹ്ലി റെഡ് ബോൾ ക്രിക്കറ്റിനോട് വിട പറഞ്ഞത്. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാൾ. റെഡ് ബോൾ ക്രിക്കറ്റിലും വിരാട് കോഹ്ലിയുടെ പ്രകടനങ്ങൾക്ക് സമാനതകളില്ല. കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിലെ ബ്രാൻഡായി വളർന്ന പതിറ്റാണ്ടുകൾ. ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിന്റെ നായക സ്ഥാനത്ത് വരെ എത്തിയ കോഹ്ലി അവിടെയും റെക്കോർഡ് സ്വന്തമാക്കി. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങളിലേക്ക് ഇന്ത്യയെ നയിച്ച നായകനായി. നയിച്ച 68 മത്സരങ്ങളിൽ 40ലും വിജയം. ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ 4ാമത്തെ താരം. ക്യാപ്റ്റനായിരിക്കുന്ന കാലത്ത് ബാറ്ററായും തിളങ്ങി. 7 ഇരട്ട സെഞ്ചുറികൾ. രണ്ടാഴ്ച മുൻപാണ് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കാനുള്ള സന്നദ്ധത BCCI അറിയിച്ചത്. ഇംഗ്ലണ്ട് പരമ്പരയിലെങ്കിലും കളിക്കണമെന്ന് BCCI അഭ്യർത്ഥിച്ചെങ്കിലും കോഹ്ലി ഇതിന് മറുപടി നൽകിയിരുന്നില്ല. മുതിർന്ന താരങ്ങളെ ബന്ധപ്പെട്ട് വിരാട് കോഹ്ലിയെ വിരമിക്കൽ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ BCCI ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. ഇതിന് പിന്നാലെയാണ് കോഹ്ലി ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞാൻ വിടവാങ്ങുന്നു. ക്രിക്കറ്റിനോടും സഹതാരങ്ങളോടും എന്നെ കരുത്തരാക്കിയ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. എക്കാലവും ഞാൻ ടെസ്റ്റ് കരിയർ സന്തോഷത്തോടെ ഓർക്കുമെന്നും വിരാട് കോഹ്ലി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ടെസ്റ്റിൽ കോഹ്ലിയുടെ അരങ്ങേറ്റം. ഈ വർഷം ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് അവസാനമായി കളിച്ചത്. ടെസ്റ്റിൽ 14 സീസണുകളിലായി ഇന്ത്യൻ കുപ്പായമണിയുന്ന കോഹ്ലി 123 ടെസ്റ്റുകളിൽ കളിച്ചു. 9230 റൺസ് നേടി. T20 ലോകകപ്പ് വിജയത്തിന് ശേഷം 2020 ക്രിക്കറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷം കോഹ്ലി വിരമിച്ചിരുന്നു. ഏകദിനത്തിൽ മാത്രമാവും വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തെ ഇനി നമുക്ക് കാണാൻ കഴിയുക. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. താരിഫ് യുദ്ധം തൽക്കാലം നിർത്തിവെക്കാൻ അമേരിക്കയും ചൈനയും തീരുമാനിച്ചു. പുതിയതായി ഏർപ്പെടുത്തിയ അധിക തീരുവകൾ 90 ദിവസത്തേക്ക് മരവിപ്പിച്ചു. പരസ്പര താരിഫുകളിൽ ഇരുപക്ഷവും 115% കുറയ്ക്കാനാണ് ധാരണയായത്. ലോകത്തിലെ വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾക്ക് താൽക്കാലിക വിരാമം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് 125-ൽ നിന്ന് 10% കുറയ്ക്കാൻ ചൈന സമ്മതിച്ചു. ചൈനീസ് ഇറക്കുമതികൾക്കുള്ള US-ന്റെ 20% തീരുവ നിലനിൽക്കും. അതായത് ചൈനയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തിയ മൊത്തം താരിഫുകൾ 30% താഴും. ചൈനീസ് വൈസ് പ്രീമിയർ ഹെ ലൈഫങ്, US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജനീവയിൽ ചർച്ചകൾ നടന്നത്. സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുന്നതിന് ഒരു സംവിധാനത്തിന് രൂപം നൽകാനും ഇരുപക്ഷവും സമ്മതിച്ചു. സാമ്പത്തിക വ്യാപാര നയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുമെന്ന് ചൈനയും US-ഉം വ്യക്തമാക്കിയിട്ടുണ്ട്. on the reciprocal tariff and related retaliation to 10%. So a reduction of 115% down to 10%. Fentanyl is on its own track, but on a very positive track where we're having very constructive conversations with our Chinese counterparts. US-ഉം ചൈനയും സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയതിനെ തുടർന്ന് ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി. വാൾസ്ട്രീറ്റിലെ ഫ്യൂച്ചറുകൾ ഉയർന്ന നിലയിലേക്ക് തിരിച്ചെത്തി. ഡൗ, S&P 500, നാസ്ഡാക്ക് ഫ്യൂച്ചറുകൾ ഉയർന്നു. പാൻ യൂറോപ്യനും ഏഷ്യ പസഫിക് വിപണികളും നേട്ടം രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. താമസത്തിനുള്ള മാസവാടക തുക അടിയന്തരമായി ലഭ്യമാക്കണം. ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പ് നിർമ്മാണ പ്രവർത്തന പുരോഗതി വിലയിരുത്തി നടപടിക്രമങ്ങൾ വകുപ്പുകൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാരായ കെ രാജൻ, KN ബാലഗോപാൽ, ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, വകുപ്പ് സെക്രട്ടറിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം കോട്ടക്കുന്ന് മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് വൻ ജനപങ്കാളിത്തം. സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ചും സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളെക്കുറിച്ചും വിശദമായി അറിയാനും മനസ്സിലാക്കാനും മാത്രമല്ല വിവിധ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങൾ നേരിട്ടറിയാനും മേളയിൽ സാധിക്കും.
സംസ്ഥാന സർക്കാരിന്റെ 90ഓളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് മേള. കഴിഞ്ഞ 9 വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ LED വാളുകളിൽ തത്സമയ പ്രദർശനങ്ങളും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും ഉറപ്പാക്കും. പല വകുപ്പുകളും സർവീസ് അവിടെ കൊടുക്കുന്നുണ്ട്. വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യത കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ആധാർ കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യാൻ കഴിയും. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ നമുക്ക് റോഡിൽ നിന്ന് എന്തെങ്കിലും പിഴ ചുമത്തുകയാണെങ്കിൽ ആ പിഴ അടയ്ക്കാനുള്ള സംവിധാനം മോട്ടോർ വാഹന വകുപ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലൊക്കെ സർവീസ് നമുക്ക് ലഭ്യമാകും. വിപുലമായ സജ്ജീകരണങ്ങളോടെയാണ് പ്രദർശന വിപണനമേള. സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും 150ലധികം സ്റ്റാളുകൾ, വിവിധ വകുപ്പുകളുടെ സേവനം ലഭ്യമാക്കുന്ന സർവീസ് സ്റ്റാളുകൾ, 20,000 അടിയിൽ PRDയുടെ എന്റെ കേരളം 1ാമത് ചിത്രീകരണം, കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷിക മേള, കുടുംബശ്രീയുടെ രുചിവൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള, ടൂറിസം അനുഭവങ്ങൾ പുനരാവിഷ്കരിക്കുന്ന ടൂറിസം വകുപ്പിന്റെ പ്രദർശനം, സാങ്കേതിക മികവ് തെളിയിക്കുന്ന കിഫ്ബിയുടെ പ്രദർശന പവലിയൻ, IT വകുപ്പിന്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോ ഡെമോ ഏരിയ, സ്പോർട്സ് സോൺ, വൈവിധ്യവും വിജ്ഞാനപ്രദവുമായ സ്റ്റാളുകൾ, മിനി തിയേറ്റർ എല്ലാം ഈ ശീതീകരിച്ച പന്തലിലുണ്ട്. ഈ ദിവസങ്ങളിൽ വിവിധ വകുപ്പുകളുടെ കാലിക പ്രസക്തമായ 13 സെമിനാറുകളും വൈകിട്ട് കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടക്കും. ഭക്ഷ്യമേളയും പുസ്തകമേളയുമുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇനി സകലമാന കേരളത്തിൽ ഭവ്യ പാർവതി ചേരും. നമസ്കാരം.